പത്തനംതിട്ടയിലേക്കാണ് 5 കുരുന്നുകൾക്ക് പുതുജീവനേകിയ ആലൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവദാനത്തിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണം എന്ന കുടുംബത്തിന്റെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. കുഞ്ഞിന്റെ മാതാപിതാക്കളെ അടക്കം ആക്ഷേപിക്കുന്നു എന്നാണ് മുത്തച്ഛൻ റെജി സാമുവേൽ പറഞ്ഞത്. റീച്ച് കിട്ടാൻ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് പ്രതികരണം. ആ പ്രതികരണം കേൾക്കാം ആദ്യം. ഞങ്ങൾ ഈ കമൻസ് ഒക്കെ കാണുന്നുണ്ട്. ഞങ്ങൾക്കല്ല ദുഃഖം, ഞങ്ങൾക്ക് അവരെ ഓർത്താണ് ദുഃഖം. ഈ കമൻസ് ഇടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനെ വക്രീകരിക്കുന്ന സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി വേറെ എന്തുമാത്രം കാര്യങ്ങളുണ്ട് ലോകത്ത്, എന്തുമാത്രം. ഇത്തരത്തിലുള്ളൊരു 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കുക, ഞങ്ങൾ ഈ ചില കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നു, എന്തൊരു അടിസ്ഥാനരഹിതമാണ്, വളരെ മോശം. ഇത് മലയാളിക്ക് ചേർന്നതല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം മൻ കി ബാത്തിൽ ആലൻ ഷെറിനെ പ്രധാനമന്ത്രി പരാമർശിച്ചതിൽ സന്തോഷമുണ്ടെന്നും രാജ്യം നൽകുന്ന അംഗീകാരമായി കാണുന്നുവെന്നും റെജി സാമുവേൽ പറഞ്ഞു. അവയവദാനത്തിന്റെ പ്രാധാന്യം എന്ത് എന്ന് ഓർമ്മപ്പെടുത്തിയാണ് ആലൻ യാത്രയായത് എന്നാണ് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, നമ്മൾ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, ഈ മുത്തച്ഛൻ ഇതിനു മുൻപ് നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യം ഇതിന്റെ പേരിൽ തട്ടിപ്പിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ആവശ്യപ്പെട്ടുകൊണ്ട്, സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെയുള്ള തരത്തിൽ പ്രചാരണം നടക്കുന്നുണ്ട്. അതും ഈ സമൂഹ മാധ്യമത്തിലൂടെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഹീനമായ സൈബർ ആക്രമണം നടക്കുകയാണ് ഈ കുടുംബത്തിന് നേരെ, ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് നേരെ എന്നൊക്കെ പറയുമ്പോൾ അതും മലയാളികൾ തന്നെയാണ് ഇതും ചെയ്യുന്നത് എന്ന് പറയുന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് ഈ കുടുംബത്തിന്റെ പരാതി? അനുജ, ഗുഡ് ഈവനിങ്. അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന, നമ്മളെല്ലാവരും തല താഴ്ത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ചില ആളുകൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ആലൻ ഷെറിൻ്റെ അവയവം ദാനം ചെയ്തത് ആ കുടുംബത്തിൻ്റെ തീരാ ദുഃഖത്തിനിടയിലും ആ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് ആ കുടുംബം എടുത്ത തീരുമാനം എത്ര കണ്ട് നമ്മൾ അംഗീകരിച്ചാലും അതിനെ എത്ര കണ്ട് വാരിപ്പുണർന്നാലും മതിയാവുന്ന ഒന്നല്ല. അതിനിടയിലാണ് ആ കുടുംബം ഇപ്പോൾ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടുന്നുണ്ട് എന്ന് ആലൻ ഷെറിൻ്റെ മുത്തച്ഛൻ റെജി സാമുവേൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. 10 മാസം പ്രായമായ കുഞ്ഞിന്റെ മാതാപിതാക്കളെ കുറിച്ചടക്കം വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ സമൂഹ മാധ്യമത്തിലൂടെ പല ആളുകളും ഇടുന്നു. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആലൻ ഷെറിനെയും ആലൻ ഷെറിന്റെ മാതാപിതാക്കളെയും ആ കുടുംബത്തെയും കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ പറയുന്നുവെന്ന് വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആ കമന്റുകളൊക്കെ അവർ കാണുന്നുണ്ട്, അതൊക്കെ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും അവർക്ക് ആ കമന്റുകളെ കുറിച്ച് ഓർത്തിട്ടല്ല ദുഃഖം, ആ കമന്റ് ഇടുന്ന ആളുകളെ കുറിച്ച് ഓർത്താണ് ദുഃഖം. കാരണം അവരപ്പോഴും ഈ പറയുന്നത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങേയറ്റം അസത്യമായിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം ആളുകൾ സമൂഹ മാധ്യമത്തിലൂടെ പറയുകയാണ് എന്ന് ദുഃഖമുണ്ടെങ്കിൽ പോലും അദ്ദേഹം ആ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് റെജി സാമുവേൽ പറയുന്നത്. കാരണം ആ കുടുംബത്തെക്കുറിച്ച് കേട്ടാൽ അറയ്ക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നു. അതായത് റെജി സാമുവേലിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച്, അതുമല്ല എങ്കിൽ ഈ ആലൻ ഷെറിൻ്റെ മാതാപിതാക്കളെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ പല തരത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. അതൊക്കെ മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും ലജ്ജിപ്പിക്കുന്ന കാര്യം. ഇത്തരമുള്ള ആളുകളോടൊക്കെ എന്താണ് പറയേണ്ടത്, അവർക്ക് ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഈ കുടുംബം ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രാജ്യത്തിന്, ഈ ലോകത്തിന് മാതൃകയാക്കാവുന്ന കാര്യങ്ങളാണ് ആ കുടുംബം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹത്തിന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായിട്ടുള്ള മൻ കി ബാത്തിൽ ആലൻ ഷെറിനെയും ആ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. സംസ്ഥാന സർക്കാർ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് നമ്മൾ കണ്ടതാണ്. കേരള സമൂഹം അവർക്കൊപ്പമാണ് എന്ന് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾക്കിടയിലാണ് ആ കുടുംബം ഇപ്പോൾ സൈബർ ആക്രമണം നേരിടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ആലൻ ഷെറിന്റെ മുത്തച്ഛൻ റെജി സാമുവേൽ പറയുന്നത്. വളരെ മോശമായിട്ടുള്ള കമന്റുകൾ പലതരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളുടെ ആ കുടുംബത്തിന് നേർക്ക് വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ സാമ്പത്തിക തട്ടിപ്പിനുള്ള ശ്രമങ്ങൾ ചില ആളുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ കുടുംബം കഴിഞ്ഞ ആഴ്ച ആരോപിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് ആലൻ ഷെറിന്റെ മാതാപിതാക്കളും ആ കുടുംബവും ഇരയാകുന്നുണ്ട് എന്നുള്ള കാര്യം റെജി സാമുവേൽ പറഞ്ഞു വെക്കുന്നത്. അങ്ങേയറ്റം മോശമായിട്ടുള്ള, തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുജ, ആ കുഞ്ഞിന്റെ വിയോഗത്തിന്റെ ദുഃഖം, അതിൽ നിന്ന് അവർ കരകയറുക എന്നുള്ളത് എളുപ്പമായ കാര്യമല്ല എന്ന് നമുക്കറിയാം. അതിനിടയിലാണ് അവർ ഇത്ര വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മളൊക്കെ ആ കുടുംബത്തിനെ ഒപ്പം നിൽക്കുകയും അവരെ അഭിനന്ദിക്കുകയും ഒക്കെ അന്നു മുതൽ ചെയ്യുന്നതുമാണ്. അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതിരിക്കാമായിരുന്നു. ആരും അവരെ കുറ്റം പറയുകയില്ല. പക്ഷെ ഇത്ര വലിയൊരു കാര്യം അവർ ചെയ്തിട്ട് ഇപ്പോൾ നേരിടുന്നത്, നമ്മളുടെ ഒപ്പമുള്ളവരാണ് അവരെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നുള്ളിടത്ത് നമ്മളൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് ഓരോ മലയാളിയും. അവരെന്താണ് ഇനി തുടർ നടപടി എന്ന തരത്തിലേക്ക് എന്തിനെങ്കിലും പോകുന്നുണ്ടോ? ഒരു പരാതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അവർ പറഞ്ഞു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഇത്തരത്തിലേക്ക് വ്യാജ പ്രചാരണം നടത്തുന്നവരെ കുറിച്ച് ആലോചിച്ചാണ് തങ്ങൾക്ക് വിഷമം എന്ന് പറയുന്നു. എന്തെങ്കിലും നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ?
അനുജ, ഇതിനകത്ത് റീച്ചായനും അരുണും ഷെറിനും അടങ്ങുന്ന ആ കുടുംബം ആദ്യം മുതൽ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ഞങ്ങൾ ഇതൊരു അംഗീകാരത്തിന് വേണ്ടിയല്ല ചെയ്തത്, ഞങ്ങളതൊരു പബ്ലിസിറ്റി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത കാര്യമല്ല. യാദൃച്ഛികവശാൽ തങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായി, അത് 5 കുരുന്നുകൾക്ക് പുതുജീവൻ ഏകട്ടെ എന്ന് ആ സമയത്ത് അവർ തീരുമാനിച്ചത് കേരളത്തിന് മാതൃകയാക്കാവുന്ന കാര്യമാണ്. പക്ഷേ അത് ഒരു തരത്തിലും ആ കുടുംബം എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരത്തിന് വേണ്ടിയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ഇത് പറയുമെന്നല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തി അവരെല്ലാം വന്ന് സമാശ്വസിപ്പിക്കുമെന്ന് കരുതിയായിരുന്നില്ല ആ കുടുംബം അതൊക്കെ ചെയ്തത്. അപ്പോൾ അംഗീകാരത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടി ചെയ്യാത്തൊരു കാര്യമാണ് അവർ അത് ചെയ്തത്. പക്ഷേ അതിനുശേഷം രാജ്യം അംഗീകരിക്കുമ്പോൾ, നാട് അംഗീകരിക്കുമ്പോൾ ചില ആളുകൾ ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ള കാര്യമാണെന്ന് ആ കുടുംബം പറയുന്നുണ്ട്. ഇതിനകത്ത് തുടക്കം മുതൽ ഒരിക്കൽ പോലും ആ ആലിൻ ഷെറിന്റെ മാതാപിതാക്കളായിട്ടുള്ള ഷെറിനോ അല്ലെങ്കിൽ അരുണോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അരുണിനെയൊക്കെ നിരന്തരം ഫോൺ വിളിച്ചിരുന്നു അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാനായിട്ട്. പക്ഷേ അവർ പ്രതികരിക്കുന്നില്ല, കാരണം ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ അവർ അന്ന് ആ കുഞ്ഞിൻ്റെ ശവസംസ്കാര സമയത്ത് ആ കുഞ്ഞിനോട് ചേർന്നിരുന്ന സമയമൊക്കെ നമുക്കറിയാം. അതിനെ പോലും പലതരത്തിൽ വളച്ചൊടിച്ച് പറഞ്ഞ ആളുകളെയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവരോടൊന്നും ഞങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ല, ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഇത് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, ഈ പറയുന്ന ആളുകൾ പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങൾക്ക് ഇനിയൊന്നും പറയാനില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് പരാമർശം നടത്തിയപ്പോൾ മാത്രമാണ് റീച്ചായൻ അതേക്കുറിച്ച് പരാമർശം നടത്തിയത്. അപ്പോൾ അതിനിടയിലാണ് ഈ കുടുംബം ഈ പറയുന്ന രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തത്. എന്തായാലും ഇതിനകത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമ നടപടിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും ആ കുടുംബത്തിന് താല്പര്യമില്ല. പക്ഷേ അവർ അവരുടെ വിഷമം പറയാതെ പറയുകയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒന്ന് സ്വയം തിരുത്തുക. കാരണം ഇനിയെങ്കിലും ആ കുടുംബത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വേദനിപ്പിക്കേണ്ടതായിട്ടുണ്ടോ, അവർക്ക് റീച്ച് കിട്ടാൻ അവരുടെ അന്നത്തെ ആ ദൃശ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് റീച്ച് കിട്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുന്ന ആളുകൾ അവരാണ് സ്വയം തീരുമാനിക്കേണ്ടത്. അവർ സ്വയം ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുക, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക, മനുഷ്യനുള്ളിടത്തോളം കാലം ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആ കുടുംബത്തെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചുകൊണ്ട് അവർക്ക് റീച്ച് ഉണ്ടാകുന്ന ആളുകൾ സമൂഹ മാധ്യമത്തിലുണ്ടെങ്കിൽ അവർ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള അഭ്യർത്ഥന കൂടി ആ കുടുംബം നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഓർത്താണ് ദുഃഖമെന്ന് പറഞ്ഞ് ആ വാചകങ്ങൾ അവസാനിപ്പിക്കുകയാണ് റീച്ചായൻ ചെയ്യുന്നത്. എന്തായാലും ആ കുടുംബം ഇനി ഇതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതികരണം നടത്താനോ അതിനെതിരെ ഏതെങ്കിലും രീതിയിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനോ ആ കുടുംബം ആഗ്രഹിക്കുന്നില്ല. വലിയ തീരാ ദുഃഖത്തിനിടയിലാണ് അവർ ഇത്തരം ഒരു വലിയൊരു കാര്യം ചെയ്തത്. അതിനെ നമ്മൾ അങ്ങേയറ്റം ശ്ലാഘനീയത്തോടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. അവരെ പരമാവധി ഉപദ്രവിക്കാതിരിക്കുക, സമൂഹ മാധ്യമങ്ങളിലൂടെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. അനുജ, അതാണ് ഇന്നിപ്പോൾ മൻ കി ബാത്തിലാണ് ആലിൻ ഷെറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി അഭിനന്ദിച്ചത്. എത്ര വലിയ ഒരു സന്ദേശമാണ് ഇതിലൂടെ കുഞ്ഞിന്റെ മാതാപിതാക്കൾ നൽകിയത്, കാണിച്ചതെന്ന് സമൂഹത്തിന് എന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിൽ നടത്തിയ പരാമർശം കൂടി കേൾക്കാം. कुछ ही दिन पहले हमने केरला की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है। महज 10 महीनों में वो इस दुनिया से चली गई। कल्पना कीजिए, उसके सामने पूरी जिंदगी थी जो अचानक खत्म हो गई। कितने ही सपने और खुशियां अधूरी रह गई। उसके पेरेंट्स जिस पीड़ा से गुजर रहे होंगे उसे शब्दों से व्यक्त नहीं किया जा सकता है। लेकिन इतने गहरे दर्द के बीच भी आलिन के पिता अरुण अब्राहम और मां शेरिन ने एक ऐसा फैसला लिया जिससे हर देशवासी का हृदय उनके प्रति सम्मान से भर गया है। അതാണ് കേരളത്തിന് വലിയ അഭിമാനമുണ്ടാകുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാകുന്ന തരത്തിലേക്ക് ചിലർ ഹീനമായ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിൽ നമ്മളൊക്കെ തലകുനിക്കുകയാണ്. പക്ഷേ ഇനി ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് ഒരു അഭ്യർത്ഥന മാത്രമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.